ഹായ് ഓൾ, വെൽക്കം ടു ലേണിംഗ് നൗ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എക്സാം വിളിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷനും സ്റ്റഡി പ്ലാനുമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st January ആണ്. സോ ബിഫോർ ദാറ്റ് അപ്ലൈ. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഇതിന് മുന്നേ നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്റെ സിലബസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് വെയിറ്റ് ഉള്ളത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്തിട്ട് ഇൻ ഡെപ്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 സബ്ജക്ട്സ് മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് ആണ്. ഓക്കെ, ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൽ ബിൽഡിംഗ് ഡ്രോയിങ് മെയിൻ പാർട്ടാണ്. ഓക്കെ, സോ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് ആണ് ഫസ്റ്റ്. അതിൽ നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള തൊട്ടിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാനുണ്ട്. അതായത് ലേ ഔട്ട്, അതായത് ഡ്രോയിങ്ങിന്റെ ലേ ഔട്ട്, ആ ഷീറ്റിന്റെ സൈസ്, കാര്യങ്ങൾ, അതൊക്കെയാണ് ഫസ്റ്റ്. പിന്നെ ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയിൽസ്, പ്രൊജക്ഷൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ നോക്കാനുണ്ട്. അതേപോലെ തന്നെ ലേ ഔട്ട് പ്ലാന്, കീ പ്ലാൻ എന്താണ്, സബ്മിഷൻ ഡ്രോയിങ്ങിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഈ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് തന്നെ നമുക്ക് CAD പഠിക്കണം, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്. അതിൽ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, എന്തൊക്കെയാണ് അതിന്റെ കമാൻഡ്സ്, എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സും അതിന്റെ യൂസസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു വെക്കേണ്ടി വരും. ഓക്കെ, അതായത് സ്റ്റോൺസ്, ബ്രിക്ക്, സിമെന്റ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ്. ഓക്കെ, ദെൻ മോട്ടാർ, ടിമ്പർ, കോൺക്രീറ്റ്, അതിൻ്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണ്, കോൺക്രീറ്റിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ്, ഓരോന്നിന്റെയും യൂസസ്, ഇതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ടെക്നോളജി. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ്. കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നമുക്ക് ബിൽഡിംഗ്, അതിന്റെ പാർട്സ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വരുന്നത്. അതേപോലെ ബ്രിക്ക് മേസണറി, ഹോളോ ബ്ലോക്സ്, കമ്പോസിറ്റ് മേസണറി. പിന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ആർച്ചസിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അതിന്റെ ടൈപ്സ്, അതിന്റെ ഓരോരോ പാർട്സിന്റെ പേരും കാര്യങ്ങളും. ഓക്കെ, ദെൻ ഫൗണ്ടേഷൻ. നെക്സ്റ്റ് നമുക്ക് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നോക്കാനുള്ള ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അതിലെന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആണ്, അതായത് ഫൗണ്ടേഷന്റെ ടൈപ്സും കാര്യങ്ങളും, പിന്നെ അതിന്റെ എന്താ പറയുക സ്പെഷ്യൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, അതെന്തൊക്കെയാണ്. ഓക്കെ, ദെൻ പെർമനന്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാണ്ട്. അതായത് ഒരു സ്ട്രക്ചർ, അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്, പിന്നെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കണം. ഓക്കെ, ദെൻ അതേപോലെ ട്രീറ്റ്മെന്റ്സ് ഫോർ ബിൽഡിംഗ് സ്ട്രക്ചർ, അതായത് ഡാം പ്രൂഫിംഗ് കോഴ്സ്, ദെൻ വെതറിംഗ് കോഴ്സ്, അതൊക്കെ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താ, പ്രോപ്പർട്ടീസ് എന്താ, ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് സ്ട്രക്ചറിൽ വരും, അതായത് ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജിന്റെ അണ്ടറിലായിട്ട്. ഓക്കെ, ദെൻ ഡോഴ്സ്, വിൻഡോസ്, ഫ്ലോർസ്, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ടച്ച് കാര്യങ്ങൾ, അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ റൂഫ്സ്, റൂഫ് കവറിങ്സ്, ഇതെല്ലാം കൺസ്ട്രക്ഷൻ ടെക്നോളജിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളജി ആണ്. ഓക്കെ, ഹൈഡ്രോളജിയിൽ നമ്മൾ ഡ്യൂട്ടി, ഡെൽറ്റ, പിന്നെ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, പിന്നെ ഹൈഡ്രോഗ്രാഫ് എന്താണ്, റൺ ഓഫ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഡൈവേർഷൻ, ഹെഡ് വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അതിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഡാംസ്, വിയേഴ്സ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, പേർപ്പസ്, ഇതെല്ലാം നമുക്ക് ഇറിഗേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ കനാൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്തൊക്കെയാണ്, കനാൽ സ്ട്രക്ചേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് ഡ്രെയിനേജ് വർക്ക്സ്, ഇതെല്ലാം നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇനി RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. RCC ആൻഡ് സ്റ്റീലിൽ പറയുകയാണെങ്കിൽ നമുക്ക് RCC മെറ്റീരിയൽസിന് കാര്യങ്ങൾ, പിന്നെ അതിന്റെ മിക്സിംഗ് കോൺക്രീറ്റിന്റെ മെത്തേഡ്സ്, ദെൻ എന്തൊക്കെയാണ് ഫോം വർക്ക്, സ്റ്റീലിന്റെ ബിഹേവിയർ, അതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ കോളംസ്, ബീംസ്, സ്ലാബ്, വൺ വേ സ്ലാബ്, ടു വേ സ്ലാബ്, ഇതെല്ലാം നമ്മൾ RCCയിൽ നോക്കും. ഓക്കെ, ദെൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ വരികയാണെന്ന് വെച്ചാൽ സ്റ്റീൽ സെക്ഷൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് വേണ്ടത്. ഓക്കെ, കോമൺ, അതായത് മെയിൻ ആയിട്ട് ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ ഫാസ്റ്റ്നേഴ്സ്, ജോയിന്റ്സ് എന്താണ്,
ദെൻ കംപ്രഷൻ മെമ്പർ, ടെൻഷൻ മെമ്പർ, ഇതെല്ലാം നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പഠിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. അതിൽ നമുക്ക് ബേസിക് ആയിട്ട് സിസ്റ്റംസ് ഓഫ് എഞ്ചിനീയറിംഗ്, അതായത് സിസ്റ്റംസ് ഓഫ് സാനിറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. അതേപോലെ ഹൗസ് ഡ്രെയിനേജ് എന്താണ്, പ്ലംബിങ്, സാനിറ്ററി ഫിറ്റിങ്സ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ നോക്കുന്നത്. ദെൻ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ, ദെൻ അപ്പർട്ടൻസസ്, ദെൻ മാൻഹോൾസ് എന്താ, സെപ്റ്റിക് ടാങ്ക്, അതിന്റെ യൂസും കാര്യങ്ങളും, ഡിസൈനിങ്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ വരുന്നതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, അതിന്റെ നെസസിറ്റി, ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, അതിൽ കുറേ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ലേബർ ആൻഡ് മെറ്റീരിയൽസ് എന്താണ്, അതിന്റെ റേറ്റ്, ഷെഡ്യൂൾഡ് റേറ്റ്സ്, അതൊക്കെയാണ് നമുക്ക് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ നോക്കാനുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പറഞ്ഞു വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് റോഡ്സ്, റെയിൽവേസ്, ദെൻ നമുക്ക് ടണൽസും എല്ലാം, ബ്രിഡ്ജസും, ഇതെല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ അണ്ടറിൽ വരും. അപ്പോൾ ബ്രിഡ്ജസ് ആൻഡ് ടണൽസിന്റെ ആണെന്ന് വെച്ചാൽ അതിന്റെ പാർട്സ്, കാര്യങ്ങൾ, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, സെലക്ഷൻ, ടൈപ്പ് ഓഫ്, അതിന്റെ സെലക്ഷൻ ആൻഡ് ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ, സെലക്ഷൻ ഓഫ് ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ, അലൈൻമെന്റ് ഓഫ് ബ്രിഡ്ജ്, ഇതൊക്കെയാണ് വരുന്നത്. റെയിൽവേസിലാവുമ്പോൾ നമ്മൾ അതിന്റെ ഈച്ച് കോമ്പോണന്റ് എന്താണ്, അതിന്റെ റിക്വയർമെന്റ്സ്, ദെൻ കോണിംഗ് ഓഫ് വീൽസ്, ഈ ടോപ്പിക്സ് ഒക്കെയാണ് റെയിൽവേയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ. റോഡ്സിലാവുമ്പോൾ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെന്റ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, കോമ്പോണന്റ് പാർട്സ്, റോഡ് കർവ്സ്, റോഡ് ഡ്രെയിനേജ് സിസ്റ്റം, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ. ദെൻ ആണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്. അത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഓക്കെ. സർവേയിങ് ആൻഡ് സർവേയിങ്ങിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇൻസ്ട്രുമെന്റ്സ് തൊട്ടിട്ട് അതിന്റെ കോമൺ ടേംസ്, ഈച്ച് ആൻഡ് എവറി ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഓരോ, അതായത് ചെയിനിങ് എന്താണ്, പ്ലെയിൻ ടേബിൾ സർവേ എന്താണ്, കോമ്പസ് സർവേ എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ സെറ്റിംഗ് അപ്പ് എന്തൊക്കെയാണ്, പ്രൊസീജിയർ എന്നൊക്കെ. ഓക്കെ. ദെൻ ലെവലിംഗിൽ വരികയാണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, പിന്നെ അതിന്റെ ഡംബി ലെവൽ, ഓട്ടോ ലെവൽ, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ടൈപ്സ്, കോമ്പണന്റ് പാർട്സ്, ഫങ്ഷൻ എല്ലാം നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ദെൻ ടെമ്പററി ആൻഡ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ദെൻ ബെഞ്ച് മാർക്ക്, ദെൻ ടൈപ്സ് ഓഫ് ലെവലിംഗ്, ഇതൊക്കെയാണ് ലെവലിംഗിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ സ്ട്രെസ്, സ്ട്രെയിന്, പിന്നെന്താ പറയുക, എലാസ്റ്റിക് ലിമിറ്റ് എന്താ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്താ, ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, ദെൻ ക്രിട്ടിക്കൽ പോയിന്റ്സിലുള്ള സ്ട്രെസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതായത് സ്ട്രെയിൻ അറ്റ് വേരിയസ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് മെക്കാനിക്സിൽ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നോക്കാനുള്ളത്. ദെൻ സെൻട്രോയിഡ് കാണാം, സെൻട്രോയിഡ് ഓഫ് ജോമെട്രിക്കൽ പ്ലെയിൻ ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ, അത് ചോദിക്കാറുണ്ട്. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫ്രിക്ഷൻ, അതിന്റെ ടൈപ്സ്, ലോസ് ഓഫ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, ഇതെല്ലാം നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 10 സബ്ജക്ട്സിനെ നമ്മൾ 2 ഫേസ് ആക്കിയിട്ടാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഫേസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ 5 സബ്ജക്ട്സ് കവർ ചെയ്യും ഫേസ് 1. ഫേസ് 2 എന്ന് പറയുമ്പോൾ ബാക്കി 5 സബ്ജക്ട്സ് കവർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫേസ് 1 നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട്, ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ടോപ്പിക്സ് ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലെക്ചർ വീഡിയോസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലെക്ചറിന്റെ PDF അവൈലബിൾ ആയിരിക്കും. അതേപോലെ ആ ലെക്ചർ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള MCQസും ഉണ്ടാവും. ഓക്കെ. ദെൻ വീക്ക് എൻഡിൽ നമ്മൾ അതിന്റെ ഒരു ടെസ്റ്റ് സീരീസും വെക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസ് 2 പോവുക. ഫേസ് 2 എന്ന് പറയുന്ന സബ്ജക്ട്സ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഫേസ് 2 ഇതൊക്കെയായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഓക്കെ. സോ നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 29-നാണ്. അതിന്റെ ലെക്ചേഴ്സ്, MCQs, മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ടാവും. ഫേസ് 1ഉം ഫേസ് 2ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു റിവിഷൻ സീരീസ് ഉണ്ടാവും. അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ.